ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. യോഹന്നാൻ 14:16. ഇമ്മാനുവലായ പുത്രൻ തമ്പുരാൻ തൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ സമാപ്തിയിൽ ലോകത്തോട് വിടവാങ്ങുന്നതിൻ്റെ മുന്നോടിയായി എന്നേക്കും നമ്മോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ വാഗ്ദാനം ചെയ്യുകയാണ്. നമ്മെ അനാഥരായി വിട്ടുകളയാതെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന ബോധ്യമുണ്ടായിരുന്ന ഈശോ പരിശുദ്ധാത്മാവായ ദൈവത്തെ സഹായകനായി നൽകുന്നു. ഈ സഹായകൻ എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടായിരിക്കും, എല്ലാ പ്രവൃത്തികളിലും സഹായിച്ചുകൊണ്ട്. നമ്മുടെ ചിന്തകളിൽ സതുപദേശമായി, നമ്മുടെ വാക്കുകളിൽ ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായി, ജീവിത പ്രശ്നങ്ങളിൽ ശാശ്വത പരിഹാരമായി, മധ്യസ്ഥനായി, അറിവേകുന്ന ഗുരുവായി എപ്പോഴും അവൻ കൂടെയുണ്ട്. നമ്മുടെ കൂട്ടുകാർക്കും നമ്മെ സഹായിക്കുമെന്ന് നാം വിചാരിക്കുന്നവർക്കും പരിധികളുണ്ട്. എന്നാൽ പരിധികളില്ലാത്ത സഹായം നമ്മോടൊത്തുണ്ട്, പരിശുദ്ധാത്മാവ്. അവൻ്റെ സഹായം ഓരോ നിമിഷത്തിലും നമുക്ക് തരും. അവിടുത്തെ ആത്മാവ് കാണിച്ചു തരുന്ന നിരപ്പുള്ള വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. നമ്മോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് കൂടെയായിരിക്കാം. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു, ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. വരണ്ടുവറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു. ഒരു കുളിർത്തന്നലായി എന്നകതാരിതിൽ പുതുജീവൻ തരും ദൈവ സാന്നിധ്യമേ.